വി.എസ്. രഞ്ജിത്ത്, ഇപ്പോൾ RSS ഈ സിനിമയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. ഇതിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഭരിക്കുന്ന പാർട്ടി എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അപ്പോൾ പഴയ കാല സംഭവത്തിൽ നിന്നും ഇപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് കൂടി വിമർശനം ഉന്നയിക്കുന്ന രൂപത്തിലുള്ള ഒരു സിനിമയാണ്. ഇത്തരമൊരു സിനിമ പാടില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്കതിനെ സെൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് സുപ്രീം കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട വിധി വന്ന ദിവസം കൂടിയാണ് ഇന്നലെ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വിമർശിച്ച് ഒന്നും പറഞ്ഞുകൂടാ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയം കൂടി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ RSS എടുക്കുന്ന നിലപാട് രഞ്ജിത്ത്? പ്രധാനമായിട്ടും ഗോദ്രയിലെ ട്രെയിൻ അവിടെ തീവെപ്പ് ഉണ്ടാകുന്നു. ആ തീവെപ്പിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് RSSന്റെ നരേഷൻ. ഗോദ്രയിലെ തീവെപ്പിന്റെ മറുപടിയായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ RSSും സംഘപരിവാറും ഒക്കെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഈ ഗുജറാത്ത് കലാപത്തെ കാണിക്കുകയും ആ ഗുജറാത്ത് കലാപത്തിലൂടെ BJP അധികാരത്തിലെത്തി എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനം ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം ബോധപൂർവ്വം ഉണ്ടാക്കുകയും അതിലൂടെ BJP അധികാരത്തിലെത്തി തുടങ്ങിയ ഭാഗങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഹോം മിനിസ്റ്ററെ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞ് ഹോം മിനിസ്റ്റർക്ക് ഒരു കോൾ ചെയ്യുന്ന രംഗം കൂടി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഹോം മിനിസ്റ്റർ പേരോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററുമായി രൂപസാദൃശ്യമൊന്നും ഇല്ലെങ്കിലും ഹോം മിനിസ്റ്റർ അമിത്ഷായാണ്. അമിത്ഷായും ഗുജറാത്തും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്കൊക്കെ കഥ പോയേക്കാം എന്നുള്ളതാണ് BJPയുടെയും സംഘപരിവാറിൻ്റെയും ആക്ഷേപം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റീസെൻസറിങ് നടക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ആ ഹോം മിനിസ്റ്റർക്ക് പോകുന്ന കോളെങ്കിലും കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റു ഭാഗങ്ങളെ കട്ട് ചെയ്താൽ പിന്നെ സിനിമ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമ കണ്ട ആളുകൾ പറയുന്നത്. സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സംഘപരിവാറിനകത്തുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്പം മുമ്പ് K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി BJPയുടെ കോർ കമ്മിറ്റിക്കകത്ത് ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പ്രധാനപ്പെട്ട 2 നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സിനിമ ബഹിഷ്കരിക്കേണ്ടതില്ല എന്ന MT രമേശിൻ്റെ തീരുമാനത്തിനൊപ്പം രാജീവ് ചന്ദ്രശേഖർ നിൽക്കുകയും മറ്റു നേതാക്കന്മാരുമൊക്കെ ആ രീതിയിൽ തന്നെ സിനിമ ബഹിഷ്കരിക്കേണ്ടതില്ല. നേരത്തെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇറങ്ങിയപ്പോൾ അതിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ കേരള സ്റ്റോറിക്കൊപ്പം നിന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരെ ബഹിഷ്കരണം ഉന്നയിച്ചാൽ അത് BJPയുടെ എക്കാലത്തെ നിലപാടിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ബഹിഷ്കരണം എന്ന് വേണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ ഇക്കാര്യത്തിൽ RSS കുറച്ചുകൂടി കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഓർഗനൈസറിൽ ലേഖനം വരുന്നു. ഇതൊരു ഹിന്ദു വിരുദ്ധ സിനിമയാണെന്നും ദേശവിരുദ്ധ സിനിമയാണെന്നും അവർ അടിയുറച്ചു പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSന് ഇക്കാര്യത്തിൽ പരാതിയുണ്ട് എന്ന് തന്നെയാണ് ഓർഗനൈസറിൽ ലേഖനം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല RSSന്റെ ബുദ്ധിജീവി മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള J. നന്ദകുമാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSന്റെ പ്രതിഷേധമൊണ്ട്. ആ പ്രതിഷേധത്തിനനുസരിച്ച് ഒരു റീസെൻസറിങ് നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതിഷേധമുണ്ടെങ്കിൽ കൂടി ബഹിഷ്കരിക്കേണ്ടതില്ല. ബഹിഷ്കരണ ആഹ്വാനം കൊടുക്കേണ്ടത് അതൊരു പാർട്ടി എന്ന രീതിയിൽ, ബഹുജന പാർട്ടി എന്ന രീതിയിൽ, രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJPക്ക് ഭൂഷണമാകില്ല എന്നുള്ളതാണ് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞ പോലെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് BJP ഏറ്റവും ഒടുവിലും പറയുന്നത്. മറ്റ് ചില യുവ നേതാക്കൾ ചില ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം എന്താ, പൃഥ്വിരാജിന്റെ രാഷ്ട്രീയമാകാമോ ഇല്ലയോ എന്നുള്ള ചോദ്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം കടത്തുകയാണ് എന്ന രൂപത്തിലും മറ്റ് വിഷയങ്ങളിൽ എടുത്ത നിലപാടടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അത് വ്യാപകമാണോ രഞ്ജിത്ത്? യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K. ഗണേഷിൻ്റെ പോസ്റ്റാണ്. ഒരു വിദ്വേഷ രീതിയിൽ തന്നെയാണ് ആ പോസ്റ്റ് ഉള്ളത്. കാരണം പൃഥ്വിരാജിൻ്റെ എംപുരാൻ മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ മറ്റ് സിനിമകൾ പോലും അത്തരത്തിലുള്ള ജനഗണമന പോലുള്ള സിനിമകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഉള്ളത്. ആ സിനിമകളെല്ലാം ദേശവിരുദ്ധ സിനിമകളാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോർദാനിൽ അദ്ദേഹം കുടുങ്ങിയ സമയത്ത് പൃഥ്വിരാജിന് അവിടെ വല്ല തീവ്രവാദ സംഘടനകളുമായിട്ടും ISന്റെ പേരൊക്കെ എടുത്തു പറയുന്നുണ്ട്. IS പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ആശയവുമായിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നൊക്കെയാണ് K. ഗണേഷ് പറയുന്നത്. അത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ സിനിമകളിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്നത്. അത് ദേശവിരുദ്ധമാണ്. അത് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന കാര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട ആരോപണം വരുന്നത്. ഈ സിനിമയ്ക്കകത്തും ഒരു പ്രമേയമുള്ളത് ഇത്തരത്തിലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ഒതുക്കുന്നു എന്നൊരു ആരോപണം ഈ സിനിമയിൽ ഉന്നയിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് K. ഗണേഷിൻ്റെ ഭാഗത്ത് വരുന്നത്. പൃഥ്വിരാജിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ്.